എല്ലാവർക്കും കോലിയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് KCS അമെൻമെന്റ് ആക്ട് 2023 Q&A പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടു കാണും, പഠിച്ചു കാണുമെന്നൊക്കെ വിശ്വസിക്കുന്നു. പാർട്ട് 1ന്റെ കണ്ടിന്യൂഷൻ ആണ് പാർട്ട് 2. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, ഇനി അങ്ങോട്ട് പാർട്ട് 3യും പാർട്ട് 4ഉം ഒക്കെ നമ്മൾ ഇവിടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. എല്ലാവരും അത് കാണണം. കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും പോകാതെ പഠിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് വൺ, ഡാഷ് മീൻസ് എ ഫോർമൽ അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് formed based on a common objective for establishing a new entity for raising funds for providing financial assistance for public purpose with the approval of state government. Options നോക്കാം. A. Federal Cooperative Societies, B. Administrative Audit, C. Consortium and D. Primary Credit Societies. നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കൺസോർഷ്യം. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാലൻസ് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മൾ ക്ലാസ്സുകൾ കണ്ടു കേട്ടു എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ എങ്ങനെ ക്വസ്റ്റ്യൻ ഇത് വരും എന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മളൊരു Q&A സെക്ഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 2DB പറഞ്ഞിരുന്നു, കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അപ്പോൾ DAക്ക് ശേഷം സെക്ഷൻ 2DAക്ക് ശേഷം പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്ത ക്ലോസുകളാണ് സെക്ഷൻ 2DB, സെക്ഷൻ 2DC, ഇപ്പൊ നമ്മൾ പറഞ്ഞ കൺസോർഷ്യം. ഓക്കെ, പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്, ആഡ് ചെയ്തതല്ല, നിലവിലുള്ളതിന്റെ കൂടെ ആഡ് ചെയ്തതല്ല, പുതുതായിട്ട് കൊണ്ടുവന്ന ക്ലോസ് ആണ്. അപ്പൊ സെക്ഷൻ 2DBക്ക് ശേഷം കൊണ്ടുവന്ന ക്ലോസ് ആയ സെക്ഷൻ 2DC ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. കൺസോർഷ്യം. കൺസോർഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. സഹകരണ സംഘങ്ങളുടെ ഒരു ഔപചാരിക കൂട്ടായ്മയാണ് കൺസോർഷ്യം. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? എന്ത് തുടങ്ങിയാലും അതിനൊരു ലക്ഷ്യം കാണും അല്ലേ? ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പുതിയതായിട്ടൊരു എൻറ്റിറ്റി, ഒരു സ്ഥാപനം കൊണ്ടുവരിക. ആ സ്ഥാപനം കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ പൊതു ആവശ്യത്തിനായിട്ട് പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് സഹായിക്കുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് ഫണ്ടുകൾ റേസ് ചെയ്യുക, ഫണ്ട് സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പുതിയ സ്ഥാപനം, ന്യൂ എൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇങ്ങനെ ഒരു ഫോർമൽ അസോസിയേഷൻ കൂടിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫോർമൽ അസോസിയേഷനിലൂടെ ഒരു ന്യൂ എൻറ്റിറ്റി ഇങ്ങനെ പൊതു ആവശ്യങ്ങൾക്ക് പണം നൽകാൻ വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം? അതും നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. വിത്ത് ദ അപ്രൂവൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന സർക്കാരുകളുടെ അപ്രൂവൽ വേണം. ഓക്കെ, അപ്പൊ അതും അതിലൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസോർഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ തുടങ്ങണമെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. അപ്പോൾ ഇവിടെ പറയുന്നത് കൺസോർഷ്യമാണ്. സെക്ഷൻ 2DC ആണ് കൺസോർഷ്യം എന്ന് പറയുന്നത്. സെക്ഷൻ 2DC. അപ്പൊ DA എന്തായിരുന്നു? DA നമ്മൾ ഓൾറെഡി നമ്മുടെ സെക്ഷനിൽ ഉള്ളതായിരുന്നു. എന്താ DA? ചീഫ് എക്സിക്യൂട്ടീവ്. DA കഴിഞ്ഞാൽ DB, ഡിയിലാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. DB എന്താണ്? കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അത് കഴിഞ്ഞ് DC, C ഫോർ കൺസോർഷ്യം, അങ്ങനെ ആലോചിക്കുക. C എന്താണ്? കൺസോർഷ്യം. അപ്പൊ DA, DB, DC, മൂന്ന് ക്ലോസുകൾ നമ്മൾ പഠിച്ചല്ലോ. DA ചീഫ് എക്സിക്യൂട്ടീവ്, DB എന്താണ്? കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, പിന്നെന്താണ്? DC കൺസോർഷ്യം. അപ്പോൾ കൺസോർഷ്യമാണ് എന്ത്? ഒരു ഔപചാരിക കൂട്ടായ്മയാണ്. ഫണ്ട് റേസ് ചെയ്യുക, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഒരു ഔപചാരിക കൂട്ടായ്മയാണ് എന്ത്? കൺസോർഷ്യം എന്ന് പറയുന്നത്. ആരുടെ അപ്രൂവൽ വേണം? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് എന്താണ്? കൺസോർഷ്യം. ഇതിന്റെ സെക്ഷനും പഠിക്കുക. സെക്ഷൻ 2DC കൺസോർഷ്യം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് more than one district as its area of operation and having the state government, individuals and other cooperative societies as its members. Options are A. Federal Cooperative Society, B. Primary Cooperative Society, C. Assisted Cooperative Society, D. None of the above. Correct answer is option A ആണ്, Federal Cooperative Society. അപ്പോൾ എന്താണ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി?
അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഡി സിക്ക് ശേഷം പിന്നെ വന്നൊരു മാറ്റമാണ് ഡെഫിനിഷനിൽ വന്നൊരു മാറ്റമാണ് IB. അത് നിലവിലുണ്ടായിരുന്ന ക്ലോസ് തന്നെയാണ്, നിലവിലുണ്ടായിരുന്ന സെക്ഷൻ തന്നെയാണ് സെക്ഷൻ 2IB, ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. പക്ഷേ നിലവിലുണ്ടായിരുന്നതിൽ കുറച്ചൊരു മാറ്റം വരുത്തി. എന്ത് ചെയ്തു? ക്ലോസ് ഷോൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. മാറ്റമാണ് ഇവിടെ വരുത്തിയത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ IBയിൽ പറയുന്നത് എന്താണ്? ഇവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റോ ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്ട്, മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ആണെന്നാണ് പറയുന്നത്. കൂടാതെ ഇവരുടെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇങ്ങനെ ഉള്ള സൊസൈറ്റിയെ എന്ത് പേരിലാണ് അറിയപ്പെടുക? ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. മറന്നു പോകരുത്, ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഹാവിംഗ് മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ആണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. പിന്നെ ഇൻഡിവിജ്വൽസും സ്റ്റേറ്റ് ഗവൺമെന്റും അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഇവരുടെ മെമ്പറാണ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പറാണ്, അംഗങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള സൊസൈറ്റികളെ പറയുന്ന പേരെന്താണ്? ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 2IB. കൂടാതെ but the number of individual members in the society shall not exceed 25% of the total membership in the society. ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ടോട്ടൽ മെമ്പർഷിപ്പിന്റെ 25% കൂടാൻ പാടില്ല ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ എണ്ണം. മനസ്സിലായോ? വ്യക്തികൾ എടുക്കുന്ന അംഗത്വം എന്ന് പറയുന്നത് ടോട്ടൽ മെമ്പർഷിപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ ഒരു 100 പേരാണ് ടോട്ടൽ മെമ്പേഴ്സ് എങ്കിൽ 25% കൂടാൻ പാടില്ല. അപ്പൊ 100ന്റെ 25% എത്രയാണ്? 25 പേരെ ആകാവൂ എന്ത്? നമ്മുടെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ്. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആകാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആകുന്നത് 25% ആകാൻ പാടുള്ളൂ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും നമുക്ക് ഓൾറെഡി സെക്ഷനിൽ ഉള്ളത് തന്നെ ആയിരുന്നു. ഇതിനെന്താണ് അവർ മാറ്റം വരുത്തിയത്? ഈ ഒരു കണ്ടീഷൻ അവർ തന്നു. പ്രൊവൈഡഡ് ദാറ്റ് ദ കണ്ടീഷൻ regarding number of individual members shall not be applicable to societies which are in existence before the commencement of the Kerala Cooperative Societies Amendment Act 2023. അതായത് ഇപ്പം നമ്മുടെ നിലവിൽ വന്ന 2023 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ആക്ട് വരുന്നതിന് മുമ്പുള്ള സൊസൈറ്റികൾക്ക് എന്തല്ല? ബാധകമല്ല. ഈ ഒരു കണ്ടീഷൻ എന്തല്ല? ബാധകമല്ല. ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ നമ്പർ നമ്മൾ പറഞ്ഞില്ലേ, ടോട്ടൽ മെമ്പർഷിപ്പിന്റെ 25% കൂടാൻ പാടില്ലെന്ന്. ഈ ഒരു കണ്ടീഷൻ ഈ ഒരു 2023 നിലവിലുള്ള കോപ്പറേറ്റീവ് സംഘങ്ങൾക്ക് ബാധകമല്ല എന്നാണ് ഇപ്പൊ വന്ന മാറ്റം. മനസ്സിലായില്ലേ? അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ ഇതിൽ 2 പോയിന്റ് നമ്മൾ പഠിക്കാനുള്ളത്: ഏരിയ ഓഫ് ഓപ്പറേഷൻ, ആരൊക്കെ മെമ്പർഷിപ്പാണ്, പിന്നെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിന്റെ ആ ഒരു പെർസെൻറ്റേജ് എത്ര. ഇത് 3ആണ് പഠിക്കാനുള്ളത്. മനസ്സിലായി? പക്ഷേ 2023 മുമ്പുള്ള നിലവിലുള്ള കോപ്പറേറ്റീവ് സംഘങ്ങൾക്ക് ഇത് ബാധകമല്ല. അതാണ് സെക്ഷൻ 2IB എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. സെക്ഷൻ 2OAA. ഓപ്ഷൻസ്: A, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, B, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, C, ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് D, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ആണ്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. അപ്പൊ ഇത് ഓൾറെഡി നിലവിലുണ്ടായിരുന്ന സെക്ഷൻ തന്നെയാണ്, സെക്ഷൻ 2OAA എന്ന് പറയുന്നത്. പക്ഷേ നിലവിലുണ്ടായിരുന്ന ഡെഫിനിഷനിൽ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റം വരുത്തി. അതാണ് നോക്കാനുള്ളത്. അപ്പൊ ഇവിടെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയും പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയും പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങോട്ട് പറയും. നിങ്ങൾ ഇപ്പോൾ ഓർത്ത് വെക്കേണ്ടത് സെക്ഷൻ 2OAAയിലാണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, അതായത് പാക്സിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്താണ് ഈ പാക്സ് എന്ന് പറയുന്നത്? ഒരു സർവീസ് കോപ്പറേറ്റീവ് സംഘത്തിനെയോ അല്ലെങ്കിൽ ഒരു സർവീസ് സഹകരണ ബാങ്കോ അല്ലെങ്കിൽ ഒരു കാർഷിക സർവീസ് സഹകരണ ബാങ്ക്, ഓറെ റൂറൽ ബാങ്ക്, അതായത് ഗ്രാമീണ ബാങ്ക്, ഇതിനെയാണ് പാക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ പാക്സിന്റെ അടിയിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, സൊസൈറ്റിയും ഉണ്ട് ബാങ്കും ഉണ്ട്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സംഘം, ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക്. പിന്നെ ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, പിന്നെന്താണ്? റൂറൽ ബാങ്ക്. ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും? പ്രവർത്തന മേഖല ഒരു വില്ലേജിലോ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആയിരിക്കും. പിന്നെ വന്ന ആ ഒരു ഡെഫിനിഷനിലാണ് ചെറിയൊരു മാറ്റം വന്നത്. ആൻഡ് ദ പ്രൈമറി ഒബ്ജക്ട് ഓർ പ്രിൻസിപ്പൽ ബിസിനസ് ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അക്കോമഡേഷൻ ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ് ഓർ അലൈഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെ പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അനുബന്ധ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ
അംഗങ്ങൾക്ക് എന്ത് കൊടുക്കുക? സാമ്പത്തിക സഹായം കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാക്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ അക്കോമഡേഷൻ ടു ഇറ്റ്സ് members for allied agricultural activities or agricultural purposes. കൂടാതെ ഇതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് on such loans and advances and the area of operation shall be fixed by the register. ഈ ഒരു ലോണുകളുടെ വായ്പകളുടെ പലിശ നിശ്ചയിക്കുന്നത് ആരാണ്? രജിസ്ട്രാറാണ്. ഏരിയ ഓഫ് ഓപ്പറേഷനും നിശ്ചയിക്കുന്നത് ആരാണ്? രജിസ്ട്രാറാണ്. അപ്പൊ ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് എത്ര ക്വസ്റ്റ്യനാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മളടുത്ത് ചോദിക്കാം, ഒരു സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏതിൽ പെടുന്നതാണ്? ഏതിൽ പെടുന്നതാണ്? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ പെടുന്നതാണ്. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാം, റൂറൽ ബാങ്ക് ഏതിൽ പെടുന്നതാണ്? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. പിന്നെ ഇവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്താണ്? വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അഗ്രികൾച്ചർ പർപ്പസിനോ അല്ലെങ്കിൽ അലൈഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിനോ വേണ്ടിയിട്ട് മെമ്പേഴ്സിന് സാമ്പത്തിക സഹായം കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. പിന്നെ നമ്മുടെ പാക്സുകളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിശ്ചയിക്കുന്നത് ആരാണ്? രജിസ്ട്രാറാണ്. പാക്സുകളുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ നിശ്ചയിക്കുന്നത് ആരാണ്? രജിസ്ട്രാറാണ്. ഇതാണ് എന്തിൽ പറയുന്നത്? സെക്ഷൻ 2OAAയിൽ പറയുന്നത്. വളരെ നീറ്റായിട്ട് തന്നെ വൃത്തിയായിട്ട് തന്നെ ഇത് പഠിച്ചു വെക്കുക, കാരണം ചോദിക്കാറുണ്ട്. സെക്ഷൻ 2OAA പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 2OB. ഓപ്ഷൻസ്: എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, ബി പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, സി ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഡി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തിനായിരുന്നു? പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആയിരുന്നു. അപ്പൊ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എ വെച്ച് നമുക്ക് ഓർത്ത് വെക്കാം. അഗ്രികൾച്ചറിന്റെ എയും സെക്ഷൻ 2OAA. അപ്പൊ നമുക്ക് അത് രണ്ടും കൂടെ കണക്ട് ചെയ്യാം അല്ലേ? ഇവിടെ അഗ്രികൾച്ചറൽ ഒന്നുമില്ല, പ്രാഥമിക വായ്പാ സംഘമാണ്. അതായത് കാർഷികപരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കൃഷിയുമായിട്ട് ബന്ധമില്ല ഇവിടെ. അപ്പോൾ അതാണ് സെക്ഷൻ 2OB എന്ന് പറയുന്നത്. ഇതിന്റെ ആ ഒരു ഡെഫിനിഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അതർ ദാൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, പക്ഷേ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, പാക്സുകൾ അല്ലാത്ത സൊസൈറ്റിയാണ് ഇവിടെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. The primary object or principal object of which is to accept deposit from its members for the purpose of lending to the members or investment. അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ ആദ്യത്തെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക, എന്നിട്ട് അത് ലോൺ കൊടുക്കുക. മനസ്സിലായോ? കടം കൊടുക്കുക, ലോൺ, വായ്പകൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ലക്ഷ്യം. ആൻഡ് ദ ബൈലോസ് ഓഫ് വിച്ച് ഡു നോട്ട് പെർമിറ്റ് അഡ്മിഷൻ ഓഫ് എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് ഇറ്റ് മെമ്പേഴ്സ്. അവരുടെ ബൈലോ പ്രകാരം, ഉപനിയമങ്ങൾ പ്രകാരം മറ്റ് സഹകരണ സംഘങ്ങളെ ഇതിന്റെ അംഗങ്ങളാക്കാൻ അനുവദിക്കില്ല. മനസ്സിലായില്ലേ? അതാണ് എന്ത്? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനാണ് ഞാൻ പറഞ്ഞത്. പ്രൈമറി ക്രെഡിറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രാഥമിക വായ്പ, അവിടെ എന്തില്ല? കൃഷിയുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സെക്ഷൻ നമ്പർ ഓർത്ത് വെക്കാൻ നമുക്കൊരു കോഡുണ്ട്, സെക്ഷൻ 2OB. എന്നാൽ പാക്സുകൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, അഗ്രികൾച്ചറൽ ഉണ്ടല്ലേ? അപ്പം എയുടെ എ, അപ്പൊ സെക്ഷൻ 2OAA. അപ്പൊ 2A വരുന്നുണ്ട്, അഗ്രികൾച്ചറൽ 2A വരുന്നുണ്ടെന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതാണ് എന്ത്? സെക്ഷൻ 2OA പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. അപ്പോൾ അവിടെ നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളാണ് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനല്ല. ഇവിടെ എന്താണ്? ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക, വായ്പകൾ കൊടുക്കുക. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അല്ലാത്ത മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്ത് പറയുന്നത്? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. കൂടാതെ ഇവര് മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ മെമ്പറാക്കി ഇവിടെ എടുക്കില്ല, അവരുടെ ബൈലോ പ്രകാരം. ഓക്കെ, അതാണ് എന്ത്? സെക്ഷൻ 2OB. ഇവിടെയും ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുത്തിയത്, ചെറിയൊരു മാറ്റമാണ് വരുത്തിയത്, നിലവിൽ ഉണ്ടായിരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. സെക്ഷൻ 2OD. ഓപ്ഷൻസ്: എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, ബി പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, സി ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഡി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ആൻസർ ഈസ് ഓപ്ഷൻ ഡി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ സെക്ഷൻ 2OD എന്താണ്?
പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ആരോടിപ്പോയി? പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മിക്കതും കണക്ഷൻ കൊടുത്ത് പഠിക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക, അല്ലെ കോഡ് യൂസ് ചെയ്ത് പഠിക്കുക. ഒരുപാട് സെക്ഷൻസും കാര്യങ്ങളും വരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പരമാവധി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കോഡുകൾ യൂസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇവിടെ ഓടിപ്പോയത് ആരാണ്? പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് ഈ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്? മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് ജുറിഡിക്ഷൻ over any specified area in one district, one revenue district, or more than one district in the state, and having individuals, other societies, state government and local self-government as its members. അപ്പോൾ ഒരു പ്രാഥമിക സഹകരണ സംഘം എന്നാൽ എന്താണ്? നമ്മുടെ സംസ്ഥാനത്ത് ഒരു റവന്യൂ ജില്ലയിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജില്ലകളിലായിട്ട് ജുറിഡിക്ഷൻ ഉള്ള, അതായത് എന്താണ്, അവർക്ക് പ്രവർത്തന മേഖലയുള്ള സംഘങ്ങളെയാണ് എന്ത് പറയുന്നത്? പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. കൂടാതെ ഇതിൻ്റെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഇൻഡിവിജ്വൽസ്, മറ്റ് സൊസൈറ്റികൾ, അതർ സൊസൈറ്റീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പിന്നെ സംസ്ഥാന സർക്കാർ, പിന്നെന്താണ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇവരൊക്കെ ഇവരുടെ എന്താണ്? അംഗങ്ങളാണ്, മെമ്പേഴ്സാണ്. അപ്പോൾ നേരത്തെ ഇൻഡിവിജ്വൽസും അതർ സൊസൈറ്റീസും മാത്രമേ അമെൻമെൻറ്റ് വരുന്നതിന് മുമ്പ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മെമ്പേഴ്സായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കുറച്ച് മാറ്റം വരുത്തി സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും ആക്കി. അപ്പം നമ്മളടുത്ത് വേണമെങ്കിൽ ഇവരുടെ മെമ്പേഴ്സ്, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആരെല്ലാം? അപ്പോൾ ഓപ്ഷൻ എ ആയിട്ട് അവർ ഇൻഡിവിജ്വൽസ്, അതർ സൊസൈറ്റീസ്. ഓപ്ഷൻ ബി ആയിട്ട് ഇൻഡിവിജ്വൽസ്, അതർ സൊസൈറ്റീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓപ്ഷൻ സി ആയിട്ട് അങ്ങനെ ഇവർ പല രീതിയിൽ തരാം കേട്ടോ. അപ്പം നിങ്ങൾ പഠിച്ചു വെക്കുക, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഇൻഡിവിജ്വൽസ്, അതർ സൊസൈറ്റീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. കൂടാതെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ജുറിഡിക്ഷൻ എവിടാണ്? വൺ റവന്യൂ ഡിസ്ട്രിക്റ്റ്, ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജില്ലകളിലോ ആയിട്ടാണ്. അപ്പം നമ്മൾ ഇവിടെ പഠിച്ചത് എന്തൊക്കെയാണ്? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി പാക്സ് പഠിച്ചു, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി പഠിച്ചു, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി പഠിച്ചു. ഇതിൻ്റെ സെക്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ തിരിഞ്ഞു പോകരുത്. എ എന്ന് കണ്ടാൽ അപ്പം തന്നെ പാക്സുകൾ എഴുതിക്കൊള്ളുക, കാരണം അവിടെ അഗ്രികൾച്ചർ ഉണ്ട്. പിന്നെ ഒ ബി ആണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. പിന്നെ ഓടിപ്പോയത് ആരാണ്? പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ക്രെഡിറ്റ് സൊസൈറ്റിയും കോപ്പറേറ്റീവ് സൊസൈറ്റിയും തിരിഞ്ഞു പോകരുത് കേട്ടോ. പിന്നെ സെക്ഷൻ 2OA, 2OB, OC, OD അങ്ങനെയാണ് ഉള്ളത്. OCക്ക് നിലവിൽ ഒരു മാറ്റവും ഇല്ല. OC എന്ന് പറയുന്ന പാക്സുകൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ നിലവിൽ മാറ്റമൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ പറയാതിരുന്നത്. OAAക്കും OBക്കും ODക്കും എന്തുണ്ട്? ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ളത് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിവിടെ പറയുന്നുണ്ട്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എല്ലാവരും. താങ്ക് യു.